ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖം. അപ്പോൾ കുറേ ദിവസമായി വ്ളോഗൊന്നും ഇടാത്ത, കുറേ എഡിറ്റാക്കിയിട്ട് വെച്ച ഇതെല്ലാം വീഡിയോയിലും ഉണ്ട്. പിന്നെ ഈ സമയം കിട്ടാത്തത് കൊണ്ട് പിന്നെ ഒരു വീഡിയോ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ്, ഒരു മൂഡിലില്ല, അതുകൊണ്ട് ഞാൻ ഇടാത്ത. അപ്പോൾ പിന്നെ നമുക്കില്ല ഒരു മെമ്മറി ആയിട്ട് എപ്പോഴെങ്കിലും നോക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്താക്കിയില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ എടുത്തിട്ട് ഇങ്ങനെ എഡിറ്റാക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇതാ പിന്നെ ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഞങ്ങൾ ഒരു 5 ദിവസം നിന്നിന് ഓരോരോ സ്ഥലത്തായിട്ട്. അങ്ങനെ ഇത് രണ്ടാമത്തെ ദിവസം പിന്നെ ഞങ്ങളുടെ മൂന്നാറിൽ എലിഫൻറ്റ് പാസേജിലത്തെ ഒരു റിസോർട്ടുണ്ട്, നല്ല ഒരു അടിപൊളി റിസോർട്ട്. അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടത്. അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഇതാ പിന്നെ എന്തെല്ലെങ്കിൽ നല്ല നാടൻ ചോറും സാമ്പാറും അങ്ങനെ കഴിച്ചിട്ട് പിന്നെ അതിലെ യാത്ര തുടങ്ങി. യാത്രയിലെങ്കിലേ മൂന്നാർ പോയാൽ പിന്നെ അറിയുമല്ലോ, നല്ലൊരു അടിപൊളി ക്ലൈമറ്റും എന്തെല്ലെങ്കിൽ നല്ലൊരു കോട മഞ്ഞും നല്ലൊരു എന്താ പറയുക, നല്ലുണ്ട് കാണാൻ, നല്ലൊരു രസമുണ്ട്. നമുക്ക് റിസോർട്ടിൽ പോയിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ കാറിൽ പോകുമ്പോൾ തന്നെ അല്ലേ കാണാൻ നല്ലൊരു അടിപൊളി ചേൽ. അങ്ങനെ ഇതാ പോയി ഇത് പിന്നെ പോകാൻ പിന്നെ കുറേ ഉണ്ട്, കാണാനും കുറേ ഉണ്ട് എന്നല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടും. അപ്പോൾ ഇത് നല്ല ഇതാ ഒരു എന്ത് പറയുന്നത്, എനിക്കിങ്ങനെ പറയാനൊന്നും അറിയാല്ല. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നല്ലൊരിതാ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിത്താകുമ്പോൾ തന്നെ കാണുമ്പോൾ എന്ത് നല്ല ഉണ്ട് വെള്ളച്ചാട്ടം കാണുമ്പോഴേക്ക്. നല്ലൊരു അടിപൊളി പ്ലേസ്, കണ്ട് നോക്കണം, അവിടെ നിന്നങ്ങനെ മതി, ഇത്ര ചേരുണ്ട്. അങ്ങനെ ആടിന് ഞങ്ങൾ വിട്ട് പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ കാടും മലയും പിന്നെ കോടമഞ്ഞും പിന്നെ അവിടെ നിർത്തിയിട്ട് ചായ കുടിച്ചുകൊണ്ടും പിന്നെ എന്താ പറയുന്നത് മൂന്നാറെത്തിത്താകുമ്പോൾ ചോളം അങ്ങനെ ഇങ്ങനെ പല പല ഐറ്റം അങ്ങനെയെല്ലാം കഴിച്ചുകൊണ്ടും തിന്നുകൊണ്ടും നല്ല എൻജോയ് ആക്കിയിട്ടെല്ലാം പോയി. അങ്ങനെ ഇതാ ഞങ്ങൾ എലിഫൻറ്റ് പാസേജിലേക്ക് എത്തി. അവിടെ എത്തിയിട്ട് റിസോർട്ട് മുമ്പ് ഞങ്ങൾ ബുക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ ചെക്കിങ് എല്ലാം ആയി. അങ്ങനെ ഞങ്ങൾ എത്തുമ്പോൾ ഒരു 12 മണിയാകുമ്പോഴാണ് എത്താൻ പറഞ്ഞിരുന്നത്. പിന്നെ ഞമ്മ അടുത്തൊരു ക്ലൈമറ്റും അതും ഇതും എല്ലാം കാണുമ്പോഴേക്ക് നമ്മൾ പിന്നെ അതെല്ലാം നോക്കിയിട്ടായിട്ടാണ് എത്തുമ്പോഴേക്കും ഒരു 2-3 മണിയാകുമ്പോഴേക്കും നമ്മൾ അടുത്തേക്ക് എത്തി, റിസോർട്ടിലേക്ക്. ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് റിസോർട്ടിലേക്ക് ഞങ്ങൾ എത്തി. പിന്നെ ഫസ്റ്റ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും മെനിയോനും മോളും എല്ലാം ഫോട്ടോ എടുക്കാനും പിന്നെ അവിടെ പിന്നെ പിള്ളേരെ കളിക്കുന്ന ഏരിയ എല്ലാം ഉണ്ടല്ലോ, അവിടെ എല്ലാം കുറച്ച് ഇങ്ങനെ കളിച്ച് പിന്നെ വൈകുന്നേരത്തെ ചായയും അങ്ങനെ എല്ലാം കുടിച്ച് ഏറെക്കുട്ടി പിന്നെ അടുത്ത് കളിക്കുന്ന ഇതെല്ലാം കാണുമ്പോഴേക്ക് പിന്നെ അവിടെ വരുന്നേല. പിന്നെ രാത്രിയായിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ ഒന്ന് കുറച്ച് ഇങ്ങനെ സ്വിമ്മിങ് പൂളിലെല്ലാം അപ്പോൾ ഭയങ്കര മഴയും കാറ്റും, മഴയല്ല അടുത്തൊരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഭയങ്കര കാറ്റ് കാണുമ്പോൾ പേടിയാണ് നമുക്ക്. കാറ്റ് നല്ല കാറ്റാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഫോട്ടോ എടുക്കാനെടുത്ത് പോകാനെടുത്തെല്ലാം ഡ്രസ്സെല്ലാം ആക്കിയിട്ട് കീന്നേണ്ടത്. പിന്നെ ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് നമ്മൾ ആടെ എത്തിത്താകുമ്പോഴേക്കില്ല, ഫോട്ടോത്തിൻ്റെ അങ്ങനത്തേക്ക് തന്നല്ല, നമുക്ക് ഒരു നാട് കാണുമ്പോഴേക്കില്ല അടുത്തൊരു ക്ലൈമറ്റും അടുത്ത കാറ്റും തണുപ്പും ഇതെല്ലാം കണ്ടെങ്കിൽ തന്നെ മതി. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴേക്കില്ല നമ്മൾ അടുത്ത ഇതെല്ലാം സമയമെല്ലാം അവിടെ തന്നെ തീർന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇത് മക്കളെ ഫോട്ടോ എടുത്ത് പിന്നെ എന്തെങ്കിലും അവിടെ പിന്നെ സ്വിമ്മിങ് പൂളിൽ കഴിഞ്ഞ് ആട കളിക്കാൻ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് ഹസ്ബൻഡിന് പിന്നെ എന്തെല്ലെങ്കിൽ ഫോൺ വന്നിട്ട് അങ്ങനെ ഫോണിൽ മുണ്ടുന്നതും അതിനെ കണക്ക് കൊടുക്കുന്നതും അങ്ങനത്തെ അതിലായി. അപ്പോഴേക്ക് ഞങ്ങൾ പിന്നെ പുറത്ത് പോയിട്ട് സ്വിമ്മിങ് പൂളിലെല്ലാം കുളിച്ചിട്ടും എല്ലാം ഇതായിട്ടെല്ലാം വന്നിട്ട് പിന്നെ പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കുക, അങ്ങനെ ചായ എല്ലാം കുടിക്കുക, അങ്ങനെ നെല്ലിത്ത് കഴിഞ്ഞത്. പിന്നെ എല്ലാം സിമ്പിളെല്ലാം കളിച്ചിട്ട് പിന്നെ കുറച്ച് ടയേർഡായി. പിന്നെ പിറ്റേന്ന് രാവിലെ അങ്ങനെ ആയിട്ടാകുമ്പോഴേക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ രാവിലെ ഒരു 8:30 മണിയാകുമ്പോഴേക്ക് ഫുഡ് കഴിക്കാനെടുത്ത് ഞങ്ങൾ മീത്തേക്ക് പോയി. മാഷാ അല്ലാ നല്ല അടിപൊളി എന്തെല്ലെങ്കിൽ എല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് നല്ല എന്തെങ്കിലും ഇഡ്ഡലി സാമ്പാർ പിന്നെ ഇങ്ങനെ ചീസ് ബ്രെഡ് അങ്ങനത്തെ ഐറ്റം എന്തെങ്കിലും ഫ്രൂട്ട്സ്
അങ്ങനെ ജ്യൂസ് അങ്ങനത്തെ ഐറ്റമായിട്ട് ഉണ്ടത്. പിന്നെ നമുക്ക് എവിടെ പോയെങ്കിലും നമ്മളെ നാടൻ ഭക്ഷണം തന്നെയല്ല, രാവിലത്തെ ഫുഡ് എങ്ങനെ നമുക്ക് കഴിക്കണം. അപ്പോൾ ഇതാ കുറച്ച് മക്കളെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വീഡിയോ അങ്ങനെ ഇങ്ങനെയെല്ലാം എടുക്കാൻ ഓർക്കിങ്ങനെ വീഡിയോയിലൊന്നും നിൽക്കുകയൊന്നും ചെയ്യാമല്ലോ. ഓർക്കിങ്ങനെ കളിക്കുക പായ പിന്നെ തിന്നാനും അങ്ങനെ ഇങ്ങനെ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ ഇത് ഞങ്ങൾ രാവിലെ എല്ലാവരും കുളിച്ചിട്ട് എല്ലാം ഒരുങ്ങിയിട്ട് ഭയങ്കര ടയർഡായിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് കിടന്നുറങ്ങി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെടുത്ത് മീത്തൊക്കെ വന്നിട്ട് ഇതാ നല്ല ഐറ്റം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല അടിപൊളി ഐറ്റം. അല്ലാണ്ട് നല്ലൊരു റിസോർട്ടില്ലെങ്കിൽ നല്ല എന്ത് ചെയ്യുന്നത് നമുക്ക് നല്ല എൻജോയ് ആക്കാൻ നല്ല പറ്റുന്ന നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അടിപൊളിയായിട്ടുണ്ട് ഒരു റിസോർട്ട്. നല്ല ഉണ്ട്. നമുക്ക് എന്തെങ്കിലും റൂമിൻ്റെ ഒരു ഇതൊന്നും തുറക്കാനേ പറ്റുന്നില്ല. നമുക്ക് അത്ര കാറ്റും പിന്നെ മഴയൊന്നും ഉണ്ടായിട്ടാ. പിന്നെ ഈ സമയത്തില്ലേ നാട്ടിൽ നല്ല മഴ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആടെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നല്ല കോട മഞ്ഞെല്ലാം ഉണ്ടായിന്. അങ്ങനെ രാവിലത്തെ ഫുഡ് എല്ലാവരും വീഡിയോ എടുക്കുന്നതും പിന്നെ കഴിക്കുന്നതും എന്ത് വേണമെങ്കിൽ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ ഞാൻ സാധാരണ ഇല്ലെങ്കിൽ ചപ്പാത്തി പിന്നെ ഇങ്ങനത്തെ നമ്മൾ പറ്റുന്ന ഐറ്റം കഴിച്ച് പിന്നെ രാവിലെ മറ്റേച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് ഫുഡൊന്നും പറ്റുന്നതല്ലല്ലോ. നമുക്ക് സാധാരണ ചായയും പിന്നെ കുറച്ച് ഐറ്റം എടുത്ത് അങ്ങനെ അതെല്ലാവരും കഴിക്കാനെടുത്ത് കഴിഞ്ഞ് നല്ല അടിപൊളി. ഇങ്ങനത്തെ നമുക്ക് ഒരു എന്തെങ്കിലും മെമ്മറിയിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറയില്ലല്ലോ. പിന്നെ ഇങ്ങനെ വിചാരിച്ച് എപ്പോഴെങ്കിലും എടുത്തിട്ട് നോക്കാം. പിന്നെ നമ്മളെ മക്കൾക്കെല്ലാം നോക്കാമല്ലോ വലുതായിട്ട്. നമുക്ക് മക്കൾ പറയുമല്ലോ അവിടെ കൊണ്ടുപോയിത്താ ഇവിടെ കൊണ്ടുപോയിത്താന്ന്. അപ്പോൾ പിന്നെ ഈ വീഡിയോ എല്ലാം കാണുമ്പോൾ ഒരു പിന്നെ അറിയാമല്ലോ എല്ലായിടത്തും പോയിന് വന്നിന് അങ്ങനെ ഇങ്ങനെയല്ല. അപ്പോൾ അത് മക്കൾക്കെല്ലാം ഒന്ന് കാണാൻ നേരത്തെ മെമ്മറിയിൽ ഇക്കട്ടെല്ലിട്ട് അങ്ങനെ ഇതാക്കി. അപ്പോൾ ഇതാ രാവിലെ പിന്നെ അവിടെ 9 മണിയാണ് ഇങ്ങനെ കളിക്കുന്നത് തുറക്കണമെങ്കിൽ. അങ്ങനെ ചായ കുടിച്ചിട്ടായിട്ട് കുറച്ച് കളിക്കാനല്ല പിള്ളേർ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഫസ്റ്റ് ഞങ്ങൾ തന്നെ പോയിട്ട് കളിക്കാനല്ല കഴിഞ്ഞത്. പിന്നെ മോള് പിന്നെ അതിനെ വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായിന്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് പിന്നെ കുറച്ച് പിള്ളേരെല്ലാം കളിപ്പിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ പിള്ളേരെല്ലാം കളിപ്പിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും വലിയ ആളും എല്ലാം എന്തെല്ലാം കളി ഉണ്ടായിന്. വലിയ ആളെ കളി അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ടായിന്. അതെല്ലാം കളിച്ചിട്ട് കുറേ നേരം അവിടെ എൻജോയ് ആക്കി പിന്നെ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പിന്നെ ആദ്യം ഞങ്ങൾ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും പിന്നെ ചെക്കൗട്ട്. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ടായിട്ട് ഇനി വട്ടവട വട്ടത്തിൻ്റെ വടക്ക് നല്ലൊരു എന്താ പറയുക നല്ല ഫോട്ടോ എടുക്കാനും നല്ലൊരു ക്ലൈമറ്റും എല്ലാം ഉണ്ടായിട്ടീന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വരുന്ന വഴിയാണ് നമ്മൾ ആദ്യം ഇതെല്ലാം നോക്കിയിട്ട് നിന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേക്ക്. ബൈ. അസ്സലാമു അലൈക്കും.